യേശു പറഞ്ഞിട്ടുള്ളൊരു വാക്കുണ്ട്, സദാ പ്രാർത്ഥിക്കുക. സദാ പ്രാർത്ഥിക്കുക എന്നുള്ളതിന് മരുഭൂമിയിലെ പിതാക്കന്മാർ കൊടുക്കുന്ന ഒരു വിശദീകരണം ഇതാണ്, ദരിദ്രരെ സഹായിക്കുക എന്നുള്ളതാണ്. അതങ്ങനെ ദരിദ്രരെ സഹായിക്കുന്ന സദാ പ്രാർത്ഥിക്കുന്നതും തമ്മിലുള്ള ഒരു സാമ്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ അവരെ സഹായിക്കുമ്പോൾ, നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങൾ ഈശ്വരനെ മറന്നു പോകുമ്പോഴും അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടായിരിക്കണം പോപ്പ് ഇങ്ങനെ സഭയെ ഡിഫൈൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്, ദരിദ്രരുടെ ദരിദ്രസഭ. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം. ഗുരുയാനത്തിലേക്ക് സ്നേഹവന്ദനം. എല്ലായിടത്തും ആ ഒരു മുന്നറിയിപ്പ് എഴുതി വച്ചിട്ടുണ്ട്, യു ആർ അണ്ടർ സർവേലൻസ്. നിങ്ങൾ നിരീക്ഷണത്തിലാണ്. ആദ്യമൊക്കെ അതൊരു കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു അടയാളമായിട്ടാണ് അനുഭവപ്പെട്ടിരുന്നത്. വിശേഷിച്ചും ദേവാലയങ്ങളിലേക്ക് പുറത്ത് അതെഴുതി വെക്കുമ്പോൾ രഹസ്യമായിട്ട് പ്രാർത്ഥിക്കാനോ തപിക്കാനോ ജപിക്കാനോ വാവിട്ട് കരയാനോ ഒക്കെ ഉള്ള നമ്മുടെ സ്വാതന്ത്ര്യമാണ് അതിനകത്ത് ഹനിക്കപ്പെട്ടെന്ന് തോന്നലുണ്ടായിരുന്നു. ഇപ്പോഴും ആ ഒരു വിചാരം അത് കണക്ക് തന്നെ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഒന്നുകൂടി ഒന്ന് ഓർക്കുമ്പോൾ വാസ്തവത്തിലൊരു രഹസ്യ ജീവിതം എന്ന് പറയുന്നൊരു കാര്യം ഒരു മനുഷ്യന് സാധ്യമാണ്. ഏതൊക്കെയോ രീതിയിൽ അവൻ്റെ ജീവിതം സദാ നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. അതിൻ്റെ ഒരു പൊളിറ്റിക്കലായൊരു വായനയല്ല, ഒരു സ്പിരിച്വലായൊരു വായനക്കകത്ത് അത്തരം നിരീക്ഷണങ്ങൾ എന്നെ കുറേ കൂടി കുലീനമായിട്ട് ഇടപഴകാനായിട്ട് നിശ്ചയമായിട്ടും എന്നെ സഹായിക്കും. ഒരാളാൽ ഉറ്റുനോക്കപ്പെടുന്നു എന്നുള്ളത് മെച്ചപ്പെട്ട ഒരാളെ പുറത്തു കൊണ്ടുവരാനായിട്ടൊരു പ്രേരണയായിരുന്നിരിക്കാം. അല്ലെങ്കിൽ തന്നെ എന്താ അടിസ്ഥാന സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് അവിടുന്ന് നമ്മൾ ഉറ്റുനോക്കുന്നുള്ളതല്ലാതെ ഭാരതീയ ആ ചിത്രകലാ പാരമ്പര്യത്തിലൊക്കെ ദൈവത്തിൻ്റെ മെറ്റഫറൊക്കെ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ മീനിൻ്റെ കണ്ണാന്ന് പറയും. അതിൻ്റെ ഒരു സൂചന അതിന് ഇമകളില്ല. അതുകൊണ്ട് തന്നെ അതിങ്ങനെ ഉറങ്ങുന്നില്ല, അത് സദാ ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടൊക്കെയാണ് നമുക്ക് ആ പുരാണങ്ങളിലൊക്കെ അങ്ങനെ ഒരു കഥയുള്ളത്. 3 കുഞ്ഞുങ്ങളെ ആചാര്യൻ ഓരോരോ മാമ്പഴം കൊടുത്തിട്ട് പറഞ്ഞു, കഴിച്ചോളൂ, ആരും കാണാതെ. അതൊരു വളരെ മിടുക്കനായതുകൊണ്ട് ഗുരുവിൻ്റെയും ആ 2 കൂട്ടുകാരുടെയും ഇടയിൽ വെച്ച് തന്നെ അവനത് കഴിച്ചു കാണിച്ചു കൊടുത്തു. അത്രയും മിടുക്കനായിരുന്നു അവന്. രണ്ടാമത്തിന് ഇത്തിരി അലേണ്ടതായിട്ട് വന്നു. മൂന്നാമത്തിനെ കാണുന്നില്ല. അപ്പോൾ അവൻ വരാൻ വൈകുന്നത് കൊണ്ട് അവനെ അന്വേഷിച്ച് ഇങ്ങനെ കുതി ചെല്ലുമ്പോൾ ഒരു മരച്ചോട്ടിൽ കുഞ്ഞ് വല്ലാതെ തളർന്ന് ചുണ്ടുകൂടിയിരിക്കുക. എന്നാ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞിരുന്നു, വിശക്കുന്നു, കൈവെള്ളയിൽ ഈ മാമ്പഴം ഇരിപ്പുണ്ട്, എനിക്ക് എന്തുകൊണ്ട് അത് ആഹരിച്ചുകൂടാ? പറഞ്ഞു, അങ്ങല്ലേ പറഞ്ഞത്, ആരും കാണാത്തിടത്തിൽ ചെന്നിട്ട് ഇത് ഭക്ഷിക്കണമെന്ന്. ഞാൻ എവിടെ നോക്കുമ്പോഴും അവിടുത്തെ മിഴികൾ തന്നെയാണ് കാണുന്നത്. അത്തരമൊരു ബോധം കുറേ കൂടി കുലീനമായിട്ട് ജീവിക്കാനായിട്ട് നമ്മളെ സഹായിക്കും. ഈ കുലീനത എന്ന് പറയുന്നതാണ് ആ പരാശക്തി നമ്മളിന്ന് ആവശ്യപ്പെടുന്ന ഏറ്റവും ഭംഗിയുള്ളൊരു കാര്യം. റാബിയൊക്കെ എഴുതുന്ന കണക്ക്, മെൻ വിമൻ ലിവ് ഇൻ ഡിഗ്നിറ്റി, ദർ ആർ നോട്ട് എ ഫ്യൂ തിങ്സ് ദാൻ ദിസ് ടു എൻഹാൻസ് യുവർ ബ്യൂട്ടി. ആണേ പെണ്ണെ കുറേ കൂടി കുലീനമായിട്ട് ജീവിക്കുക. ഇതിനേക്കാൾ നിങ്ങളുടെ പ്രാണന് ചാരി തരുന്ന മറ്റൊരു കാര്യമില്ല. അപ്പോൾ കുലീന ജീവിതത്തിലേക്കുള്ള ഒരു ഒരു പ്രതീകമായിട്ടോ ഒരു ക്ഷണമായിട്ടോ ഒക്കെ ഈ പറഞ്ഞ നിങ്ങൾ നിരീക്ഷണത്തിലാണെന്നുള്ള വാക്കിനെ എടുത്താന്നല്ല, ഈശ്വരനാൽ നിരീക്ഷിക്കപ്പെടുന്നു. ഈശ്വരൻ മാത്രമല്ല, ഈ മനുഷ്യർ നമ്മൾ വിട്ടു നോക്കുന്നുണ്ട്. പിന്നീടൊക്കെ ഒരു ശൈലിയായി മാറിയൊരു വാക്കിന് എനിക്ക് തോന്നുന്ന ഒരു വേദപുസ്തകത്തിൻ്റെ കൃത്യമായ പശ്ചാത്തലമുണ്ട്. എന്താണത്? വോക്സ് ദേയി വോക്സ് പോപ്പുളി. ഈ ദൈവശബ്ദം അല്ലെങ്കിൽ വോക്സ് പോപ്പുളി എന്ന് പറയുന്നത് തന്നെയാണ് വോക്സ് ദേയി. ജനങ്ങളുടെ ശബ്ദം തന്നെയാണ് ദൈവശബ്ദം എന്നൊക്കെ പറയുന്ന ഒരു ഫ്രൈസ് രൂപപ്പെടാനായിട്ടൊരു കാരണം ഞാൻ വിചാരിക്കുന്നു വേദപുസ്തകത്തിൻ്റെ തന്നെ പശ്ചാത്തലമാണ്. കാരണം യേശു വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. യേശു പറയുന്ന അനുസരിച്ചിട്ട് ഒരു 5 സെഗ്മെൻറ്റ് ഓഫ് പീപ്പിൾ, 5 തരത്തിലുള്ള മനുഷ്യർ നമ്മളുടെ ആ ഒരു ചെറിയ ജീവിതത്തെ ഇങ്ങനെ വല്ലാതെ ശ്രദ്ധിക്കുന്നുണ്ട്, അതിനെ ഉറ്റുനോക്കുന്നുണ്ട്, ചിലപ്പോൾ അതിനെ വിധിക്കുന്നുണ്ട്, ചിലപ്പോൾ അതിനെ ശകാരിക്കുന്നുണ്ട്. ആരൊക്കെയാണ് നമ്മൾ ഉറ്റുനോക്കുന്ന 5 തരം മനുഷ്യർ? നമുക്കതിനെ വളരെ വേഗത്തിൽ ഒന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് സൂചിപ്പിച്ച് അവസാനിപ്പിക്കാവുന്നേ ഉള്ളൂ. ഒന്നിങ്ങനെ നമ്മൾ നോക്കുന്നത് അപ്പോസ്തലന്മാരാണെന്ന് പറയും. അന്തിമ ദിനത്തിൽ ഈ 12 ഗോത്രങ്ങൾ വിധിക്കാനായിട്ട് 12 അപ്പോസ്തലന്മാർ ഇങ്ങനെ എഴുന്നേറ്റ് വരും എന്നൊക്കെ പറയുന്നൊരു യേശുമൊഴിയുണ്ട്. ആരെയും അപ്പോസ്തലൻ എന്ന് പറയുന്നത്? അപ്പോസ്തലൻ എന്ന് പറയുന്നത് ഒരു കാരണത്തിന് വേണ്ടി
തങ്ങളെ തന്നെ പൂർണ്ണമായിട്ട് അർപ്പിച്ച മനുഷ്യരുടെ പേരാണ് അപ്പോസ്തലന്മാർ. എല്ലായിടത്തും ഉണ്ട്, വീടുകളിലും സമൂഹത്തിലും. ഈ പറയുന്ന സമൂഹത്തെ മെച്ചപ്പെടുത്താനായി നടത്തുന്ന ശ്രമങ്ങളിലുമൊക്കെ ഇങ്ങനെ ഒരു കോസിന് വേണ്ടി അവസാനം വരെ ജീവിക്കാൻ തയ്യാറായിട്ടുള്ള, അന്ത്യശ്വാസം വരെ അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരുടെ വല്ലാത്തൊരു നീണ്ട പട്ടികയുണ്ട്. ഇപ്പോൾ പൊക്കുടൻ്റെ കാര്യം ആലോചിക്കുക. പൊക്കുടൻ്റെ മരണം ഈ പറയുന്ന ഇന്ത്യയിലെ എല്ലാ പത്രങ്ങളിലും ആദ്യ പേജാണ് വന്നത്. 78 വയസ്സുള്ള ഒരു ദളിത് പശ്ചാത്തലത്തിൽ നിന്നുള്ളൊരു കർഷക തൊഴിലാളി മരിക്കുമ്പോൾ അതെങ്ങനെ നമ്മൾ വായിക്കുന്ന ഒരു ദേശീയ പത്രത്തിൻ്റെ മുൻപേജിൽ വരുന്നു. അതിന് കാരണം കുറച്ചൊരു പ്രകാശവും കുറച്ചൊരു രാഷ്ട്രീയ ബോധവുമൊക്കെ ഉണ്ടായ കാലം തൊട്ട് ഈ മനുഷ്യൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഒരൊറ്റ കാര്യം ഈ എല്ലായിടങ്ങളിലും കൊണ്ട് ഈ കണ്ടൽ നടുക എന്നുള്ള. കണ്ടൽ ഈ മണ്ണിട് ഇച്ചിരി തടയാൻ വേണ്ടി മാത്രം എന്നുള്ളത് കൊണ്ട് മാത്രമായിരുന്നില്ല കാരണങ്ങൾ. മിക്കവാറും മത്സ്യങ്ങളുടെയൊക്കെ മുട്ടയിടുന്നതിൻ്റെ വേരുകളിലാണ്. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ഈ കണ്ടൽ നിലനിൽക്കേണ്ട ഒരു കാര്യമുണ്ട്. തൻ്റെ തൊഴിൽ കഴിഞ്ഞിട്ട് കിട്ടുന്ന മുഴുവൻ നേരവും ഈ മനുഷ്യൻ ഈ കണ്ടലിൻ്റെ 10-22 തരം കണ്ടലുകൾ ഈ മനുഷ്യൻ സ്വയം കണ്ടെത്തി ഇങ്ങനെ എല്ലായിടത്തും കൊണ്ട് നടന്ന് നട്ടു. ഇങ്ങനെ അരയോളം വെള്ളത്തിൽ നിന്ന് ചേറിൽ നിന്നുകൊണ്ട് ഈ വാർദ്ധക്യത്തിലും കണ്ടൽ നടുന്ന ഈ മനുഷ്യൻ്റെ ചിത്രമൊക്കെ പലപ്പോഴും നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ അദ്ദേഹം അതിനകത്ത് വളരെ ആക്റ്റീവായിരുന്നു. അപ്പോൾ പൊക്കുടിനെ കണക്കുള്ള ചില മനുഷ്യരുണ്ട്, തങ്ങൾ വിശ്വസിക്കുന്ന ശരികൾക്ക് വേണ്ടി അവസാനം വരെ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യർ. വീടിനകത്തുള്ള നമ്മുടെയൊക്കെ കാരണവന്മാരുടെ കഥ ഇതൊക്കെ തന്നെയാണ്. മക്കളെന്ന് പറയുന്ന ഒരൊറ്റ ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ കറങ്ങി അവർ ഇങ്ങനെ എവിടേക്കോ അലിഞ്ഞു പോയി. അപ്പോൾ എന്തുമാവട്ടെ, ഒരു കാരണത്തിന് വേണ്ടി പൂർണ്ണമായി കൊടുത്ത മനുഷ്യർ നമ്മുടെ അത്ര പൂർണ്ണമല്ലാത്ത, നമ്മുടെ അത്ര ശ്രദ്ധയില്ലാത്ത ജീവിതത്തെ വിധിക്കാനായിട്ട് നോക്കി നിൽപ്പുണ്ട്. അവർ നമ്മുടെ ഈ പറയുന്ന അലസതയും അലംഭാവങ്ങളെയും ഒക്കെ കൃത്യമായിട്ട് ശകാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾക്കൊരു കാര്യത്തിലേക്ക് പൂർണ്ണമായി കൂടാ? എന്തുകൊണ്ട് നിങ്ങൾക്ക് കൺവേർജ് ചെയ്തുകൂടാ? എന്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സമർപ്പണങ്ങളിലേക്ക് ഏകാഗ്രമായിക്കൂടാ? ഈ ഏകാഗ്രമാകുക എന്ന് പറയുന്നൊരു സംഭവം വളരെ പ്രധാനപ്പെട്ട, ഒറ്റമനിലേക്ക് വരിക എന്ന് തന്നെ ആ വാക്കിൻ്റെ അർത്ഥം. നമ്മളൊരു ലെൻസ് എടുത്ത് കുട്ടികളോട് പറയുന്ന കണക്കാണ്. ഈ പറയുന്ന അന്തരീക്ഷത്തിൽ തീയുണ്ട്, അല്ലെങ്കിൽ വെയിലിൽ തീയുണ്ടെന്നൊക്കെ പറഞ്ഞാൽ കുട്ടികൾക്ക് മനസ്സിലാവില്ല. നമ്മൾ ലെൻസ് പിടിക്കുന്നു, കുറച്ച് കഴിയുമ്പോഴേക്കും കാണാം അതിന് താഴെയുള്ള കരികൾ ഇങ്ങനെ പതുക്കെ ആളിക്കത്തുകയാണ്. കാരണം ആ രശ്മികൾ കൺവേർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത്ര കൺവേർട്ട് ചെയ്യപ്പെടാത്ത, ഇങ്ങനെ പരന്നൊഴുകുന്ന, ഒത്തിരി ഇങ്ങനെ പലയിടങ്ങളിലായിട്ട് അനുപാതമില്ലാത്ത ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്ന നമ്മുടെ അർത്ഥ സമർപ്പണങ്ങളെ ശകാരിക്കാനായിട്ട് ഈ പറഞ്ഞ അപ്പോസ്തലന്മാരൊരു പട്ടിക നിൽപ്പുണ്ട്. രണ്ടാമതായിട്ട് നമ്മൾ വിധിക്കാനായിട്ട് വരുന്ന ഷേബാല രാജ്ഞി എന്ന് പറയുക. അല്ല, ഷേബാല രാജ്ഞി എന്ന് പറയുന്നത് ഒരാൾക്കൊരു ജ്ഞാനത്തിൻ്റെ ഒരു പൊൻതരി ഉണ്ടെന്നറിഞ്ഞിട്ട് അപകടകരമായ വിധത്തിൽ അയാളിലേക്ക് സഞ്ചരിച്ചെത്തിയ ഒരു സ്ത്രീയുടെ പേരാണ് ഈ പറഞ്ഞ വനിത. നമ്മൾ വിചാരിക്കുന്നത് പഴയ, അല്ലെങ്കിൽ നമ്മുടെ കാലത്ത് യമനാണ് ഈ ഷേബ എന്നൊക്കെയാണ് പൊതുവെ കരുതപ്പെടുന്നത്. ഓർമ്മിക്കണം, പുരുഷന്മാർ, വിശേഷം യഹൂദ ഒരു ഗോത്രം എന്ന നിലയിൽ പോലും ഈ കടൽ യാത്രകളിൽ ഏർപ്പെടാതിരുന്നൊരു കാലമായിരുന്നത്. അവരിങ്ങനെ തീരത്തൊക്കെ നിന്നുകൊണ്ട് ചില മീൻപിടുത്തത്തിൽ ഏർപ്പെട്ടെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ കടലിന് കുറുകെ നടക്കുക എന്ന് പറയുന്ന ഒരു കാര്യമൊന്നും അവരുടെ ഇല്ലായിരുന്നു. അവർ ഭയപ്പെട്ടിരുന്നൊരിടമായിരുന്നു ഈ കടൽ എന്ന് പറയുന്നത്. കാരണം അവരുടെ ദേശത്തേക്ക് വന്ന് മിക്കവാറും ശത്രുക്കൾ വന്നത് ഈ കടലിലൂടെ ഇങ്ങനെ തുഴഞ്ഞെത്തിയ. അതുകൊണ്ടൊക്കെ തന്നെ പല പ്രവാചകന്മാരും കാണുന്ന സ്വപ്നങ്ങളിൽ ഈ കടലിൽ നിന്ന് കയറി വരുന്ന വ്യാളികളുടെയൊക്കെ സ്വപ്നങ്ങളുണ്ട്. എന്തിന് സ്വർഗീയ ജെറുസലേമിൽ കടലില്ല എന്നൊക്കെ പറയുന്നത് പോലും അതിൻ്റെ സൂചനയായിട്ടാണ് പറയുക. കാരണം തങ്ങൾ ഇപ്പോൾ ഭയപ്പെടുന്ന ഒരു കാര്യം, തങ്ങൾക്ക് മനസ്സമാധാനത്തോടെ കഴിയേണ്ടി വരുന്ന ഒരു ഇടത്തിലുണ്ടാകുക എന്ന് പറയുന്ന ഓർക്കുമ്പോൾ തന്നെ അവർക്ക് പേടിയാവുന്നുണ്ടാകും. അങ്ങനെ പുരുഷന്മാർ പോലും ഭയപ്പെട്ടിരുന്ന, ഈ കടൽ യാത്രകളെ ഭയപ്പെട്ടിരുന്നൊരു കാലത്ത് ഒരു സ്ത്രീ ഇങ്ങനെ ജ്ഞാനത്തിന് പൊൻതരി തേടി പോവുകയാണ്. ജ്ഞാനാനുഷികളായ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ഒക്കെ ഒരു അവസാനിക്കാത്ത നിരയുണ്ട് ഈ ഭൂതലത്തിൽ, വിശേഷം സ്ത്രീകളുടെയൊക്കെ അത്തരം ജ്ഞാനാന്വേഷണങ്ങളൊക്കെ ഒരു കാലത്തും ആരും അത്ര എന്ത് ചെയ്യുന്നുണ്ട് നല്ലതായിട്ട് നേരിട്ടിട്ടില്ല. അവരത്ര ജ്ഞാനാന്വേഷണങ്ങളൊക്കെ ഏതെങ്കിലും തരത്തിലൊക്കെ ചാപ്പ് കുത്താനുള്ള ശ്രമമായിരുന്നു. നമ്മൾ ഇന്ന് പറയുന്നൊരു വിച്ചസ് എന്ന് പറഞ്ഞൊരു വാക്ക് പോലും വാസ്തവത്തിൽ ഈ ജ്ഞാനാനുഷികളുമായ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. വളരെയേറെ ജ്ഞാനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നതുകൊണ്ട് അവർക്ക് ചില നിഗൂഢമായ ചില ബോഡി ലാംഗ്വേജൊക്കെ ഉണ്ടായിരുന്നു. അത്ര നിഗൂഢതകൾ അവർക്ക് ഏതൊക്കെയോ ദുർമന്ത്രവാദിനി എന്ന് പറയുന്നൊരു പരിവേഷം കൊടുക്കുകയും ആ പേരിൽ ഒത്തിരി ജ്ഞാനാന്വേഷികൾ പലതരത്തിൽ ഹീനമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്,
വധിക്കപ്പെടുക വരെ ചെയ്തിട്ടുള്ള ചരിത്രമുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ആരംഭത്തിൽ നമുക്ക് പരാമർശിക്കാവുന്ന ഒരു സ്ത്രീയാണ് ഈ പറഞ്ഞ ഷേബാല രാജ്ഞി. നമ്മൾ എന്തുകൊണ്ട് ഒരു ജ്ഞാനസഞ്ചാരത്തിൽ ഏർപ്പെടുന്നില്ല? ജ്ഞാനത്താൽ സ്വാതന്ത്ര്യമാക്കപ്പെടുക എന്ന് പറയുന്ന ഒരു ദൂതൊക്കെ പറയാനായിട്ട് അവിടുന്ന് ശ്രമിച്ചിട്ടുണ്ട്. ചുരുളുകൾ കഴിയുമ്പോൾ പ്രകാശം പരക്കുന്നൊക്കെ നമ്മൾ വായിച്ചു കേട്ടു. പഴയകാലത്ത് ഈ ഗ്രന്ഥങ്ങളൊക്കെ ഇങ്ങനെ ചുരുട്ടിയാണ് വെച്ചിരുന്ന വെച്ചത്. അതായത് പാപ്പറസ് ആവാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ രോമച്ചുരുളുകൾ ഇതാവാം, സ്കിൻ കൊണ്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങളാവാം. ഇതിങ്ങനെ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ചുരുളുകൾ ഇങ്ങനെ കെട്ടിവെക്കുമ്പോൾ അത് അഴിയുന്നതനുസരിച്ച് പ്രകാശം പരക്കും. പലതരത്തിൽ നമുക്ക് ചുറ്റുമുള്ള ജ്ഞാനത്തിൻ്റെ ചുരുളുകൾ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുക. ഇത് അഴിയുന്നതനുസരിച്ചിട്ട് കൂടുതൽ പ്രകാശം പരക്കും. അപ്പോൾ ജ്ഞാനത്തിന് വേണ്ടി തന്നെ ജീവിതം നൽകിയിട്ടുള്ള മനുഷ്യരുണ്ട്. എത്രയോ പേര് ഓരോരോ കാര്യങ്ങൾക്ക് തിരുന്ന് പഠിക്കുകയും ലോകം കുറേ കൂടി മെച്ചപ്പെട്ടതാകാനായിട്ട് തങ്ങളിൽ എന്തുമാത്രം കാര്യങ്ങൾ സംഭാവനകൾ പലതിനെയും മെയ് മറന്നും ജീവിതത്തെ മറന്നുമൊക്കെ നൽകുന്ന ഒരു കാലത്തിനകത്ത് അത്ര ജ്ഞാനത്തിനോട് താല്പര്യമില്ലാത്ത വളരെയേറെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം ഏർപ്പെട്ട് ജീവിക്കുന്ന, അതുകൊണ്ട് തന്നെ എല്ലാത്തിൻ്റെയും ഒരു ഉപരിതല ജീവിതം മാത്രം സാധ്യമായ നമ്മുടെ ജീവിതത്തെ അവർ ഉറ്റു നോക്കുന്നുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ ആഴപ്പെടുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾ അഗാധങ്ങളിലേക്ക് പോകുന്നില്ല? ബൈബിൾ പറയുന്ന കണക്ക് ആഴം എന്തുകൊണ്ടാണ് ആഴത്തെ തിരയാത്തത്? ദൈവം ഒരു ആഴമെന്ന് പറഞ്ഞ സങ്കല്പമാണ്. എത്ര നമ്മൾ മുങ്ങിച്ചെന്നാലും നമുക്ക് എത്താനാവാത്ത വിധത്തിൽ അഗാധമായ ഒരു സങ്കല്പത്തിൻ്റെ പേരാണ് ദൈവമെങ്കിൽ ആ ആഴത്തോട് കറസ്പോണ്ട് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ആനുപാതികമായിട്ട് ചെറുതെങ്കിലും ഒരാഴം ഒരാൾക്കുണ്ടാവണ്ടേ? ആഴത്തെ തൊടാനായി എന്ന് പറയുന്ന ഒരു വേദപുസ്തക വാക്കൊക്കെ എന്തൊരു മുഴക്കമുള്ള വാക്കാണ്. മൂന്നാമതായിട്ട് നമ്മൾ വിധിക്കാനായിട്ട് ഈ നിനിവേ നിവാസികളുണ്ടാകുന്ന പറയാം. നമ്മൾ മുമ്പൊരിക്കലത് സൂചിപ്പിച്ച നിനിവേ നിവാസികൾ എന്ന് പറയുന്നത് ഈ വേദപുസ്തക സൂചനകളെ അതേപോലെ എടുക്കുന്ന മനുഷ്യരാണ്. അത് ഗുരുമൊഴികളെ കാര്യമായ വ്യാഖ്യാനങ്ങളില്ലാതെ, കാര്യമായിട്ട് കുഴപ്പത്തിലാക്കാതെ, കാര്യമായി സങ്കീർണമാക്കാതെ, ഋജുവായിട്ടും ലളിതമായിട്ടും അക്സെപ്റ്റ് ചെയ്യുന്ന മനുഷ്യരുടെ പേരാണ് ഈ പറയുന്ന നിനിവേ നിവാസികൾ. കോൺടെക്സ്റ്റ് നമുക്കറിയാം. രക്ഷപ്പെടണമെങ്കിൽ അനുതാപത്തിലേക്ക് വരണമെന്ന് പറയുന്ന ഒരു ദൂതുമായിട്ട് യോന വരികയാണ്. എല്ലാ രക്ഷയും ആരംഭിക്കുന്നത് അനുതാപത്തിൽ നിന്നാണ്. സ്വന്തം ആ പാളിച്ചകളെക്കുറിച്ചും സ്വന്തം കൈപ്പിഴകളെക്കുറിച്ചും ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഒരു ക്ലേശം അനുഭവിക്കാത്ത ഒരാൾക്ക് ഈ രക്ഷയെക്കുറിച്ച് ചിന്തിക്കേണ്ട ബാധ്യത പോലുമില്ല. അപ്പോൾ ആ ഒരു രക്ഷയിലേക്ക് വരാനായിട്ട് ഒരു പ്രേരണ ക്ഷണം മുഴങ്ങുമ്പോഴേക്കും ഈ ദേശക്കാർ ചെയ്തൊരു കാര്യമുണ്ട്. അവരവരെ എരുത്തിലെ പശുക്കളെ പോലും ഇത് കണക്ക് അനുതാപത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. തങ്ങളുടേതായ രീതിയിൽ അവരങ്ങനെ മനസ്സിലാക്കി. അതിനെ പട്ടിണിക്ക് ഇടുന്നു, അതിനെ ചാക്കുവസ്ത്രം ധരിപ്പിക്കുന്നു, അതിനെ ചാരം പൂശുന്നു. കാരണം ഒരു ഗ്രാമീണ ജീവിതത്തിൽ നമ്മൾ രക്ഷപ്പെടുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എരുത്തിലെ പശുക്കളോട് രക്ഷപ്പെടുക എന്നുള്ള. അപ്പം അത്രയും പ്ലെയിനായിട്ട്, അത്രയും ലളിതമായിട്ട് ഇപ്പോഴും വേദപുസ്തക സൂചനകൾ വായിക്കുന്ന മനുഷ്യരുണ്ട്. ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടോ? അതിനപ്പുറമായിട്ടൊന്നുമില്ല. അവരുടെ വിശ്വാസങ്ങൾ തന്നെയാണ് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് പ്രേരിപ്പിക്കുകയും അൾട്ടിമേറ്റായിട്ട് യേശു പറയുന്ന കണക്ക് നിൻ്റെ വിശ്വാസം നിൻ്റെ രക്ഷിക്കുക എന്നൊക്കെ പറയുന്ന അതിനകത്താണ്. അപ്പം മൂന്നതാണ് ഇങ്ങനെ വളരെ ലളിതമായിട്ടും വളരെ ഗ്രാമീണമായിട്ടും ഗുരുവചസ്സുകളെ ഗൗരവമായിട്ട് എടുത്ത് അതനുസരിച്ച് ജീവിക്കാനായിട്ട് ശ്രമിക്കുന്ന സാധാരണക്കാരായ മനുഷ്യർ, നെയ്വായ മനുഷ്യർ നമ്മൾ വിധിക്കാനായിട്ടുണ്ടാകും. നാലാമതായിട്ട് ഈ പറയുന്ന കണക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വിധിക്കാനായിട്ട് പറയുന്നത്. എൻ്റെ പശ്ചാത്തലം ഇതാണ്. യേശു ഇങ്ങനെ ഡയബോളിക്കായ മനുഷ്യരെ, പിശാചുബാധിതരായ മനുഷ്യരെ സൗഖ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നത് പിശാചുക്കളുടെ തലവനായ ബീൽസെബൂളിനെ കൊണ്ടാണെന്നുള്ള ആരോപണം വരുന്നു. അത് അവർ യേശുവിനോട് തന്നെ ഉന്നയിക്കുകയാണ്. ബീൽസെബൂളിനെ കൊണ്ടല്ലേ നീ ഇത് ചെയ്യുന്നത്? യേശു പുഞ്ചരിച്ചുകൊണ്ട് പറഞ്ഞു, ചിലപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണെന്ന് വിചാരിക്കുക. പക്ഷേ എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. എന്താണാവോ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എന്നോടൊപ്പം ഈ ഒരു കർമ്മത്തിൽ ഏർപ്പെടുന്നുണ്ട്. എന്തിനെ കൊണ്ടായിരിക്കണം ഇത്തരം ചില തിന്മയുടെ ശക്തികളെ ഉച്ചാടനം ചെയ്യുന്നത്? അവർ ദൈവത്തിൻ്റെ കരം കൊണ്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ പറയുന്ന കണക്ക് ഈ പറഞ്ഞ ബീൽസെബൂളിനെ കൊണ്ടല്ല, മറിച്ച് ഫിംഗർ ഓഫ് ദ ലോർഡ്, ദൈവത്തിൻ്റെ കരം കൊണ്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ വിധിക്കാൻ പോകുന്ന ഒരു തരം മനുഷ്യരെന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്ത തലമുറ തന്നെയായിരിക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങൾ വിധിക്കുന്ന പറയുക. വലിയ ഭാരം തോന്നുന്നൊരു വാക്കാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ വിധിക്കുക എന്നൊക്കെ പറഞ്ഞ അർത്ഥം എന്താണ്? അവരെത്തിയിരിക്കുന്ന ഒരു അത്രയും പ്രകാശത്തിലേക്ക് ഒന്നും നമ്മൾ ഇനിയും എത്തിയിട്ടില്ല. ഇപ്പോൾ ഒരു 50 വയസ്സുള്ള അതിനപ്പുറം ഇപ്പുറമൊക്കെ നിൽക്കുന്ന അവർക്ക് വേണമെങ്കിൽ ഒരു ആത്മശോധനയ്ക്കുള്ള നേരം കൂടെ ആയത്. നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തുമാത്രം മുമ്പോട്ട് പോയി. അവർക്കിടയിൽ മത്സരങ്ങളില്ല, അവർക്കിടയിൽ കാര്യമായ തർക്കങ്ങളില്ല, അവർക്കിടയിൽ പരിഹാസമില്ല, അവർക്കിടയിൽ ബോഡി ഷെയ്മിങ് ഇല്ല. ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പല പദങ്ങളും നമ്മുടെ കാലം കഴിയുമ്പോഴേക്കും ഭാഷയിൽ നിന്നില്ലാതെയാകും. നടക്കാൻ പറ്റാത്ത ഒരാളെ ഇനി ആരും ഞൊണ്ടിയെന്ന് വിളിക്കത്തില്ല.
ഏതെങ്കിലും തരത്തിൽ ഇത്തിരി സ്ത്രൈന പ്രത്യേകതകളുള്ള ഒരു ചെറുപ്പക്കാരനെ പെണ്ണാച്ചി എന്ന് വിളിക്കത്തില്ല. അതൊക്കെ ഈ പറഞ്ഞ നമ്മുടേത് കണക്ക് ഈ പ്രകാശം കെട്ടുപോയൊരു കാലത്തോടു കൂടി അതില്ലാതെയാകും. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതിനൊക്കെ മുകളിലാണ്. നമ്മൾ കുഞ്ഞുങ്ങൾ എത്ര ഭംഗിയായിട്ടാണ് ചില കാര്യങ്ങൾക്ക് ഇടപെടുന്നത്, എത്ര കുലീനമായിട്ടാണ് അവരവരുടെ ബന്ധങ്ങളെയൊക്കെ നിലനിർത്തുന്നത്. നമ്മളാവട്ടെ പലപ്പോഴും ഷെയ്ഡിയായ ചില കാര്യങ്ങൾക്കകത്ത് നിന്നൊക്കെ ചാടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും വരുന്ന തലമുറ നമ്മളെക്കാൾ ഭേദപ്പെട്ട തലമുറയാണെന്ന് യേശു പറയാൻ ശ്രമിക്കുന്നത്. നിർഭാഗ്യവശാൽ അതല്ല ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അധ്യാപകരായാലും വൈദികരായാലും മുതിർന്നവരായാലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇതാണ്: ഈ തലമുറ എത്ര മോശപ്പെട്ട തലമുറയാണ്. ഒരിടത്ത് പോലും യേശു ഇത് പറയാൻ ആഗ്രഹിച്ചില്ല. യേശു പറഞ്ഞ് കറണ്ടായ തലമുറയെക്കുറിച്ച് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ഭാവി കുറേ കൂടി നല്ലതായിരിക്കുമെന്നുള്ള സൂചനയാണ്. മെച്ചപ്പെട്ട ഒരു കാലം ഈ കുഞ്ഞുങ്ങളുടെ വരുമെന്നുള്ള പ്രതീക്ഷയാണ് യേശു ഉടനീളം സുവിശേഷത്തിൽ പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ തരത്തിലും നമുക്കൊരു മെച്ചപ്പെട്ട കാലം തരാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നവരാണ് ഈ കുഞ്ഞുങ്ങൾ. നമ്മൾ അവർക്ക് പകരം എന്ത് നൽകുന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ്. ഡിപ്പാർച്ചർ എന്ന് പറഞ്ഞൊരു സിനിമ ഓർക്കുന്നുണ്ട്. അതിനകത്ത് ഒരാൾ അയാളുടെ കുട്ടിക്കാലം ഓർമ്മിച്ചെടുക്കുക, അയാളുടെ സ്നേഹിതയോട് അയാളത് പറയുകയാണ്. ആ നാടിൻ്റെ ഒരു രീതി അനുസരിച്ചിട്ട് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചെയ്യുന്ന പരിപാടി ഇങ്ങനെ പുഴയോരത്തേക്ക് പോയിട്ട് ഒരു കല്ല് കണ്ടെത്താന്നുള്ള. അങ്ങനെ സ്വന്തം അച്ഛന് ഒരു സമ്മാനം കൊടുക്കാൻ വേണ്ടി ഒരു കുട്ടി ഇങ്ങനെ പകൽ തൊട്ട് വൈകുന്നേരം വരെ ഈ പുഴയോരത്തൂടെ അലഞ്ഞിട്ട് അവൻ ഏറ്റവും നല്ലൊരു കല്ല് കണ്ടുപിടിച്ചു. തൊട്ടാൽ ഇങ്ങനെ അത്രയും മെഴുക് കണക്ക് മൃദുലമാണെന്ന് തോന്നിക്കുന്ന വിധത്തുള്ള കല്ല് കണ്ടുപിടിച്ചു. അത്രയും സോഫ്റ്റായൊരു കല്ല് കണ്ടുപിടിച്ചു. എന്നിട്ട് കാരണം ഈ നമ്മൾ കൊടുക്കുന്ന സമ്മാനത്തിനകത്ത് നമ്മുടെ തന്നെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാകുന്ന ഒരു സങ്കല്പം അവർക്കിടയിലുണ്ട്. എന്നിട്ട് ഈ കല്ല് അത്രയും സ്നേഹത്തോടുകൂടി കുട്ടി അവൻ്റെ അച്ഛൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. അച്ഛനാവട്ടെ അയാൾ തന്നെ ഭാഷയിൽ കുനിഞ്ഞിട്ട് അലക്ഷ്യമായി ആദ്യം കിട്ടിയ ഒരു കൂർത്ത കല്ലെടുത്ത് ഇവൻ്റെ ഇളം കൈത്തലത്തിൽ വെച്ചു. അയാൾ കണ്ണുറഞ്ഞ് ഓർമ്മിക്കുകയാണ്, ഇപ്പോഴും അതിനകത്തും ചോര പൊടിയുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ നമുക്ക് ഏറ്റവും നല്ല തരാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മൾ അവളുടെ കൈവളയിൽ എന്താ വെച്ചു കൊടുക്കുക? ഈ കുഞ്ഞുങ്ങളായിരിക്കും നമ്മൾ വിധിക്കാനായിട്ട് നിൽക്കുന്ന ആ ഒരു 4ാമത്തെ സെഗ്മെൻറ്റ്. അവസാനമായിട്ട് നമ്മൾ കാണാതെയോ കേൾക്കാതെയോ പോകുന്ന ദരിദ്രർ. അവരത്രയും ദരിദ്രരായതുകൊണ്ട് അവരൊരു വക്കീലിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ വക്കീലിൻ്റെ പേര് നസ്രത്തുൽ യേശു. അയാളായിരിക്കും ഇവരുടെ മുഴുവൻ വക്കാലത്ത് ഏറ്റെടുക്കാൻ പോകുന്നത്. എനിക്ക് വിശന്നു, എനിക്ക് ദാഹിച്ചു, ഞാൻ പരദേശിയായിരുന്നു, ഞാൻ തടവിലായിരുന്നു, ഞാൻ രോഗിയായിരുന്നു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്ത് ചെയ്തു? എപ്പോഴാണ് അങ്ങേ ഈ പറഞ്ഞ രീതിയിലൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അങ്ങേ അവഗണിച്ചത്? ഈ ചെറിയൊരുവന് നിങ്ങൾ നിരസിച്ചപ്പോൾ അതെനിക്ക് തന്നെയാണ് നിരസിച്ചത്. എത്രയോ കാലമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന, പക്ഷെ ഓരോ ദിവസവും അത് കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും ഒക്കെ അതിനെന്തൊരു മുഴക്കോ. കുറേ കൂടി ചെറിയവരെ ചേർത്ത് പിടിക്കുക, കുറേ കൂടി അവരുടെ ആവശ്യങ്ങളിലേക്ക് സൃഷ്ടിപരമായിട്ട് ഇടപെടുക. നിശ്ചയമായിട്ടും നിങ്ങൾക്ക് വേണ്ടി വാദിക്കാനോ നിങ്ങൾക്കെതിരെ വാദിക്കാനോ എത്തുന്നത് ദരിദ്രരുടെ വലിയൊരു ആൾക്കൂട്ടമായിരിക്കും. യേശു പറഞ്ഞിട്ടുള്ളൊരു വാക്കുണ്ട്, സദാ പ്രാർത്ഥിക്കുക. സദാ പ്രാർത്ഥിക്കുക എന്നുള്ളതിന് മരുഭൂമിയിലെ പിതാക്കന്മാർ കൊടുക്കുന്ന ഒരു വിശദീകരണം ഇതാണ്: ദരിദ്രരെ സഹായിക്കുക എന്നുള്ളതാണ്. അതങ്ങനെ ദരിദ്രരെ സഹായിക്കുന്ന സദാ പ്രാർത്ഥിക്കുന്നതും തമ്മിലുള്ള ഒരു സാമ്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ അവരെ സഹായിക്കുമ്പോൾ, നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങൾ ഈശ്വരനെ മറന്നു പോകുമ്പോഴും അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ദരിദ്രരാണ് സഭയുടെ ഏറ്റവും വലിയ ധനമെന്നുള്ള ഒരു ചെറിയ ഓർമ്മപ്പെടുത്തലിൽ നമുക്ക് ഈ ഒരു വിചാരം അവസാനിപ്പിക്കാവുന്നേ ഉള്ളൂ. പള്ളിക്ക് വലിയ സമ്പത്തുണ്ടെന്നൊക്കെ ഒരു ധാരണയുണ്ടായി. പള്ളി വളഞ്ഞു റോമൻ ഭരണകൂടം. എന്നിട്ട് ഡീക്കൻ ലോറൻസ് എന്ന് പറയുന്ന ഒരു ആളാണ് അതിൻ്റെ ഒരു ഉത്തരവാദിത്തമുള്ള ഒരാൾ. അയാൾ പറഞ്ഞു, പള്ളി തകർക്കാൻ പോവുകയാണ്, ഇല്ലെങ്കിൽ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, നിങ്ങളുടെ കൈവശമുള്ള കണക്കില്ലാത്ത സ്വത്ത് തരണം. അയാൾ പറഞ്ഞു, എനിക്ക് ഇത്തിരി സമയം വേണം, ഞാൻ കൊണ്ടുവരാം. എന്നിട്ട് അകത്തേക്ക് പോയി ഈ മനുഷ്യൻ. പിന്നീട് പതുക്കെ ഇങ്ങനെ പള്ളിയുടെ വാതിലുകളൊക്കെ തുറക്കപ്പെട്ടു. ആ വാതിലുകളിലൂടെ എല്ലാ തരത്തിലും ദരിദ്രരായ മനുഷ്യർ ഇരമ്പി പുറത്തേക്ക് വന്നു. വയോധികർ, അംഗവൈകല്യമുള്ളവർ, ഒറ്റപ്പെട്ട മനുഷ്യർ, ഇങ്ങനെ ദമ്പതികൾ, പങ്കാളി നഷ്ടമായവർ, അനാഥ കുഞ്ഞുങ്ങൾ ഒക്കെ ഇങ്ങനെ സംഘമായിട്ട് പുറത്തേക്ക് വരിക, ഇരമ്പി വരിക. എന്നിട്ട് അവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, നോക്കൂ, ഇതാണ് സഭയുടെ ധനം. ദാരിദ്ര്യവുമൊക്കെയാണ് സഭയുടെ ധനമെന്നൊക്കെ പിടുത്തം കിട്ടുന്ന ഒരു കാലം വരുമായിരിക്കും. അതുകൊണ്ടായിരിക്കണം പോപ്പ് ഇങ്ങനെ സഭയെ ഡിഫൈൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്, ദരിദ്രസഭ. ചുരുക്കത്തിൽ ഒരു സ്ക്രൂട്ടണിക്ക് ജീവിതം വിധേയപ്പെടുന്നുണ്ട്, ഒരു പബ്ലിക് ഓഡിറ്റിങ്ങിന് ജീവിതം വിധേയപ്പെടുന്നുണ്ട്.
അങ്ങനെ നമ്മുടെ ജീവിതത്തെ സർവേലൻസിന് വിധേയപ്പെടുത്തുമ്പോൾ ഓർമ്മിച്ചു കൊള്ളണം, 5 സെഗ്മെൻ്റ് ആൾക്കാർ നമ്മളിങ്ങനെ നോക്കി നിൽപ്പുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ വർത്ത് പറഞ്ഞു കൊടുക്കാനായിട്ട്. ഒന്നിങ്ങനെ അപ്പോസ്തലന്മാരാ, ഒരു കാരണത്തിന് വേണ്ടി പൂർണ്ണമായി നൽകിയ മനുഷ്യരാണ്. 2 ഭൂമിയിലെ ജ്ഞാനാന്വേഷികളാണ്. 3 വളരെ ലളിതമായിട്ട് ഗുരുമൊഴികൾ വായിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന സാധാരണക്കാരായ മനുഷ്യരാണ്. 4 നമ്മുടെ കുഞ്ഞുങ്ങളാണ്. 5 നമ്മൾ കാണുകയോ കാണാതെ പോയി ചെയ്യുക എല്ലാ ദരിദ്രരും നോക്കി നിൽപ്പുണ്ട്. ദുരിതരം കീഴ്ക്കോടതിയാണ്. ഈ കീഴ്ക്കോടതിയിൽ പൊട്ടിയ ഒരു കേസും മേൽക്കോടതി വെറുതെ വിട്ടിട്ടില്ല. താങ്ക് യു. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം.